ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ഏറ്റവും നിർണായകമാകുന്ന നേതാക്കൾ, അവരുടെ ഭാവി സാധ്യതകൾ വിശകലനം ചെയ്യുന്ന നേതാക്കളുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് വി.ഡി. സതീശൻ. കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് വി.ഡി. സതീശൻ. പ്രവർത്തന ശൈലിയിൽ കോൺഗ്രസിൽ തലമുറ മാറ്റം സാധ്യമാക്കിയ നേതാവ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വന്നതോടെ കോൺഗ്രസ് വീണ്ടും പഴയ കോൺഗ്രസ്സായി മാറി. ഉറച്ച നിലപാടും ഷാർപ്പ് അറ്റാക്കിങ്ങുമാണ് ശൈലി. വഴക്കവും നയതന്ത്രവും കുറവാണ്. നിലപാടും ശൈലിയും സൃഷ്ടിച്ച ആരാധകരും ശത്രുക്കളും വേണ്ടുവോളമുണ്ട്. ശക്തിയും ദൗർബല്യവും അതുതന്നെയാണ്. ഒരേപോലെ സമുദായ നേതാക്കളിൽ പലരും എതിർക്കുന്ന മറ്റൊരു നേതാവും ഉണ്ടാകില്ല. 2006-11 വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ ആക്രമണ നിരയുടെ മുനയായി നിന്നാണ് ഒന്നാം നിര നേതാക്കളുടെ പട്ടികയിലേക്ക് സതീശൻ ഉയർന്നത്. പക്ഷേ 2011 UDF അധികാരത്തിലെത്തിയപ്പോൾ മന്ത്രിസ്ഥാനം നൽകാതെ സ്പീക്കർ സ്ഥാനത്തേക്കാണ് സതീശനെ ഹൈക്കമാൻഡ് പരിഗണിച്ചത്. അത് പക്ഷേ സതീശൻ സ്വീകരിച്ചില്ല. 2021 പ്രതീക്ഷിത ജയം UDFന് നഷ്ടമായതോടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായത്. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ പലരുണ്ടാവും. പക്ഷേ തോറ്റാൽ എല്ലാ പഴിയും കേൾക്കേണ്ടി വരിക സതീശൻ മാത്രമാവും. ഇനി സാധ്യതകളിലേക്ക്. സാധ്യത 1, വമ്പൻ ഭൂരിപക്ഷത്തിൽ UDFന് ജയം. കഴിഞ്ഞ 5 വർഷവും ഭരണപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നിരയെ നയിച്ച വി.ഡി. സതീശന് തന്നെയാവും വിജയത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ്. ജനങ്ങൾക്ക് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിലും സതീശൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും. സതീശൻ ശൈലിയുടെയും ഉറച്ച നിലപാടിൻ്റെയും വിജയമായി അത് വ്യാഖ്യാനിക്കും. മുഖ്യമന്ത്രി സ്ഥാനം സ്വാഭാവികമായും സതീശന് തന്നെ ലഭിക്കും. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ്. ജയിച്ചാലും തോറ്റാലും തർക്കിക്കാനും അധികാരം പിടിച്ചെടുക്കാനുമുള്ള പോര് ഉണ്ടാവുമെന്നതും ഉറപ്പ്. ഈ ശീലം ഇത്തവണ മാത്രമായി മാറും എന്നൊന്നും കരുതാനുമാവില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാനും അവരെ പിന്തുണയ്ക്കാനും ആളുണ്ടാവും. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന പതിവ് പക്ഷേ ഈ സാഹചര്യത്തിൽ നടക്കണമെന്നില്ല. അങ്ങനെ നോക്കിയാലും ജനവികാരം തള്ളി സതീശനെ തള്ളിക്കളയാൻ മറുപക്ഷം നിൽക്കുന്ന MLA-മാരടക്കം പ്രയാസപ്പെടേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസിനും ഹൈക്കമാൻഡിനും UDF ഘടകകക്ഷികൾക്കും സതീശനെ അംഗീകരിക്കേണ്ടി വരും. വമ്പൻ ജയമെങ്കിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിലും വകുപ്പ് വിഭജനത്തിലുമടക്കം സതീശൻ്റെ അഭിപ്രായത്തിനാവും മേൽക്കൈ. ഇനി സാധ്യത 2, നേരിയ ഭൂരിപക്ഷത്തിൽ UDF ജയം. 10 വർഷത്തെ പ്രതിപക്ഷവാസത്തിനു ശേഷം ഭരണം തിരിച്ചുപിടിച്ചതിൻ്റെ ക്രെഡിറ്റ് സതീശന് ലഭിക്കുമെങ്കിലും വിജയത്തിന് അവകാശികളായി മറ്റു പലരും വരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സതീശൻ്റെ വഴി അത്ര എളുപ്പവുമാകില്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി തീരുമാനമെടുക്കാൻ സമ്മർദ്ദമുണ്ടാകും. അവിടെ ആർക്കാവും മേൽക്കൈ ലഭിക്കുക എന്നത് ഉറപ്പിച്ച് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലെ പോലെ അപ്പോൾ അതിന് വഴങ്ങാൻ സതീശൻ ചിലപ്പോൾ തയ്യാറായേക്കില്ല. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ സതീശൻ മടിക്കില്ല എന്നത് ഉറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാലും മന്ത്രിമാരെ തീരുമാനിക്കുന്നതിലും വകുപ്പ് വിഭജനത്തിലുമൊക്കെ വലിയ വിട്ടുവീഴ്ചയ്ക്കും സമവായത്തിനുമൊക്കെ തയ്യാറാകേണ്ടി വരും. ഇനിയാണ് പ്രധാനപ്പെട്ട സാധ്യത. സാധ്യത 3, UDFന് പരാജയമുണ്ടാകുന്നു. അതിന് നേരിയതോ കനത്തതോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഫുൾ പഴിയും സതീശന് തന്നെയാവും. UDFന് 60-ന് മേൽ സീറ്റ് നേടാനായാൽ വലിയ പരിക്കില്ലാതെ ചിലപ്പോൾ പിടിച്ചു നിൽക്കാനായേക്കും എന്ന് മാത്രം. തോൽവി സതീശൻ ശൈലിയുടെ പരാജയമായി വിലയിരുത്തപ്പെടും. അതുവരെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് മറ്റു പ്രധാന നേതാക്കളെല്ലാം ആ വിഷയത്തിൽ എന്തായാലും ഒന്നിക്കും. സമുദായ നേതാക്കളെ പിണക്കിയത് മുതൽ കൂട്ടായ തീരുമാനമില്ലാതെ സ്വന്തം വഴിക്കുള്ള പോക്കുവരെ ചോദ്യം ചെയ്യപ്പെടും. ചുരുക്കം ചില യുവ നേതാക്കൾ ഒഴികെ കോൺഗ്രസിൽ നിന്നാരും പ്രതിരോധവുമായി രംഗത്ത് വരാനും സാധ്യതയില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വേറെ നേതാവ് തന്നെ വരും. ജയിച്ചാൽ ടീം UDFൻ്റെ ജയം, തോറ്റാൽ വ്യക്തിപരമായി തൻ്റെ പരാജയം, UDF തോറ്റാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഇതായിരുന്നു സതീശൻ നേരത്തെ പറഞ്ഞത്. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും ആവർത്തിച്ചു. തോൽവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രധാന പദവികളൊന്നും കിട്ടാതെ ഏറെക്കുറെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് കുറേ കാലത്തേക്കെങ്കിലും സതീശന് പോകേണ്ടി വരുമെന്നതും ഉറപ്പാണ്. ഇതിൽ ഏത് ഭാവിയാണ് സതീശനെ കാത്തിരിക്കുന്നതെന്നറിയാൻ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടി വരും.